ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നതേ ഇഞ്ചി കൃഷിയെക്കുറിച്ചാണേ. ഇഞ്ചിയുടെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇഞ്ചി കൃഷി ചെയ്യാതിരിക്കും? ഇഞ്ചിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും, അതുപോലെ പ്രഷറിനെ നോർമലാക്കി നിർത്താനും, അതുപോലെ രക്തധമനികളിലൊക്കെ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനെ തടയാനും ഒക്കെ കഴിവുള്ളതാണെന്നാണ് ഇഞ്ചിയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇഞ്ചി വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും എന്തെല്ലാം തരത്തിലുള്ള കീടനാശിനിയുടെ പ്രയോഗത്തിന് ശേഷമാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെന്ന് നമുക്ക് ഒരു തരത്തിലും അറിയാൻ പറ്റത്തില്ല. ഈ ഇഞ്ചി ഒന്നും നട്ടുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ളൊരു കാര്യമല്ല. നമുക്ക് ആർക്ക് വേണമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ ഇഞ്ചിയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 1000 രൂപയ്ക്ക് അടുത്തായിട്ടുണ്ട്. നമ്മളൊരു 1/4 കിലോ ഇഞ്ചി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2-3 കഷ്ണം ഇഞ്ചിയാണ് നമുക്ക് കിട്ടുന്നത്. അതിന് 250 രൂപ 300 രൂപ വരെ കൊടുക്കേണ്ടുന്ന അവസരമാണ്. എന്നാൽ നമ്മളൊരു ഗ്രോ ബാഗിനകത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ മിനിമം ഒരു 2 കിലോ ഇഞ്ചി ഒരു ഗ്രോ ബാഗിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് ഒരു കുറഞ്ഞ സ്ഥലത്തിലൊക്കെ അടുക്കളത്തോട്ടം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും സ്ഥലം മാറ്റി മാറ്റി കൃഷി ചെയ്യാനുള്ള ഒരു സൗകര്യമൊന്നും കാണത്തില്ല. ഇഞ്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചി നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം എല്ലാ മൂലകങ്ങളെയും തന്നെ ധാരാളമായി വലിച്ചെടുക്കുന്ന ഒന്നാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഞാനിപ്പം ഇഞ്ചി നടാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിന് മുന്നേ ഇഞ്ചി കൃഷി ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വീണ്ടും അവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ഒരുക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. ഈ പാത്രത്തിലാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചി നട്ടിരുന്നത്. ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഷീറ്റ് പോലെ ഇഞ്ചി പൊക്കിയെടുക്കുന്നതൊക്കെ ഞാൻ നിങ്ങളെ പലതവണ കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ സ്ഥലം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇതേ 1, 2, 3 പാത്രങ്ങളാണ് ഞാൻ ഇഞ്ചി നടാനായിട്ട് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ തന്നെ അറിയാം, പ്രകാശം വളരെ കുറവുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടോ, വാട്ടർ ടാങ്കിന്റെ നേരെ കീഴെയാണ്. വാട്ടർ ടാങ്ക് കണ്ടോ, അതിന്റെ നേരെ കീഴെ വരുന്ന സ്ഥലമാണ്. അപ്പം നേരിട്ട് സൂര്യപ്രകാശം ഇവിടെ അടിക്കുന്നില്ല. ഇഞ്ചിയുടെ കൃഷിക്ക് നേരിട്ട് സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഇഞ്ചി വളരും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാമെന്ന്. ഇഞ്ചി നന്നായി കൃഷി ചെയ്ത് വിളവെടുക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുപോലെ ചേന, ചേമ്പ് പോലെയുള്ളവർക്കും വെയിൽ അത്ര കൂടിയ അളവിൽ കിട്ടണമെന്നില്ല. ചേനയെക്കാളും വെയിൽ കുറച്ച് കിട്ടിയാൽ മതി ചേമ്പിന് നന്നായിട്ടുണ്ടാകാൻ. ഈ ചേന കണ്ടോ, ഞാനിവിടെ വെച്ചപ്പോൾ ഇതിൽ ഒരു കമ്പേ ഉണ്ടായിരുന്നുള്ളൂ, ഒരെണ്ണം കൂടെ കിളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഒരെണ്ണം മുറിച്ചെടുത്തിട്ട് തോരൻ വെക്കണം. അപ്പം ഞാൻ ഈ മണ്ണ് റെഡിയാക്കുന്ന കണ്ടോണം. ഈ മണ്ണിനകത്താണ് നമ്മൾ ഇതിന് മുന്നേ ഇഞ്ചി നട്ടിരുന്നത്. ഇതിനകത്തെ മണ്ണിനെ ഒന്ന് കൊത്തി ഇളക്കണം. ഇത് ഡോളമൈറ്റ് ആണേ. അപ്പം നമ്മൾ കുറച്ച് ഡോളമൈറ്റ് ഇതിനകത്തോട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ മണ്ണിനെ കൊത്തി ഇളക്കാൻ പോകുന്നത്. കണ്ടോ, ഒത്തിരി അസിഡിക് ആകണ്ട മണ്ണ് ഇഞ്ചിയുടെ കൃഷിക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോളമൈറ്റോ അല്ലെങ്കിൽ കുമ്മായമോ ഇടുന്നത്. കുമ്മായം ഇട്ടാൽ മിനിമം 15 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഇതിനകത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഡോളമൈറ്റ് ആണ് നമുക്ക് അതേ സമയം തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ മണ്ണ് നല്ല പോലെ ഒന്ന് കൊത്തി ഇളക്കുവാണേ. സമയത്ത് ഇഞ്ചി പറിച്ചില്ലെങ്കിൽ ഇഞ്ചി കേടായി പോകും കേട്ടോ, ഒന്നുപോലും കിട്ടത്തില്ല. ഇവിടെ ഒരു ഷീറ്റ് പോലെയുള്ള ഒരു ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ ഉണ്ടായിരുന്നതാ. അപ്പം ഞാൻ സമയത്ത് അത് പൊക്കിയെടുക്കാഞ്ഞുകൊണ്ട് അതിപ്പോൾ അഴുകി ഉണങ്ങി നമുക്ക് പ്രയോജനം ഇല്ലാത്ത അവസ്ഥയില്ല. ചിലപ്പോൾ പിന്നെ അതിൽ നിന്ന് മുളച്ചു പൊങ്ങുമായിരിക്കും. കണ്ടോ, ഇത്രയായി. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇതിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ മണ്ണ് കൊത്തി ഇളക്കിയതിന് ശേഷം ഞാൻ എപ്പോഴും ഇതിനകത്തോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് നമ്മൾ ഈ മുറ്റത്തെയൊക്കെ പുല്ല് കാടൊക്കെ പറിക്കുന്നതിൻ്റെയാണ്. അതിൽ പച്ചപ്പുള്ളത് എപ്പോഴും അടിയിലേ വരാവുള്ളൂ, അല്ലേ വളർന്നത് മുകളിലോട്ട് പൊങ്ങി കയറും കേട്ടോ. പിന്നെ ഈ അടിച്ചു വാരുന്നതിനകത്ത് തന്നെ വെക്കുന്നതായതുകൊണ്ട് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ അംശമൊക്കെ കാണും. അപ്പം നമ്മൾ അതങ്ങ് കണ്ടാൽ എടുത്തു മാറ്റിയാൽ മതിയേ. ഈ പച്ചപ്പുല്ലൊക്കെ ഇടുന്നതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ജൈവാംശം എല്ലാം തന്നെ ഇതിന് വളമായിട്ട് തിരികെ കിട്ടും. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ കരിയിലയാണേ. കുറച്ച് കരിയില അങ്ങോട്ട് വാരിയിടാൻ പോവാണേ. കണ്ടോ, ഇതുപോലെ നമ്മൾ ഉണങ്ങിയ ഇലകൾ. അപ്പം ഇത് മിറ്റം അടിച്ചു വാരുന്ന ഇലയാണ്. മിറ്റം അടിച്ചു വാരുന്നതോ പറമ്പി വീഴുന്നതോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒട്ടും കുറവ് വരുത്തണ്ട. കണ്ടോ, ഇതേപോലെ നല്ല അളവിൽ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുക്കണേ. അപ്പം ഇതിൽ നിന്നൊക്കെ ചെടികൾ വലിച്ചെടുത്ത ജൈവാംശം അവർക്ക് തിരികെ കിട്ടും. കണ്ടോ, ഇങ്ങനെ നമ്മൾ, ഇത് കോട്ടൻ്റെതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ചെയ്യുന്നത് എന്നാണെന്നറിയോ, ഇത് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണേ. ഇഞ്ചിക്ക് എപ്പോഴും കമ്പോസ്റ്റ് വളങ്ങളാണ് കൂടുതൽ നല്ലത്. അപ്പം ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇങ്ങനെ അങ്ങോട്ട് മറിച്ചിടുവാണേ. കണ്ടോ,
ഒരു അര ബക്കറ്റോളം ഈ ചാണകപ്പൊടി നമ്മൾ ഈ ഒരു പാത്രത്തിനകത്തേക്ക് മറിച്ചിട്ട് നല്ല അളവിൽ ഇങ്ങനെ ഇഞ്ചി കിട്ടും കേട്ടോ, കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ വളമൊക്കെ ചേർത്ത് ചെയ്യാനുള്ള കാര്യം. അപ്പം ഇങ്ങനെ ചാണകപ്പൊടി ഇട്ടു. ഇതിൻ്റെ മുകളിലോട്ട് ഞാനിപ്പോൾ ഇടുന്നത് ട്രൈക്കോഡെർമയാണേ. ട്രൈക്കോഡെർമയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇഞ്ചിക്ക് എപ്പോഴും വരുന്നൊരു രോഗമാണ് വേര് ചീയൽ. ആ വേര് ചീയലിനെ നല്ലൊരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും ട്രൈക്കോഡെർമയ്ക്ക്. ഒന്നുകിൽ നമുക്ക് ട്രൈക്കോഡെർമ ഇട്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ചാണകപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് ട്രൈക്കോഡെർമയെ ഇട്ട് കൊടുക്കുക ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ? അപ്പം ഇത് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഈ ഇലകളുടെ ഒക്കെ ഇടയിലോട്ട് ഇറങ്ങിക്കോളും, ഒരിടത്ത് തന്നെ കൂടിക്കിടക്കത്തില്ല. കണ്ടോ? ഇങ്ങനെ നമ്മൾ ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഇടുന്നത് എല്ലുപൊടിയാണേ. കുറച്ച് മാത്രം എല്ലുപൊടി ഇട്ട് നമുക്ക് അതൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. കുറച്ച് എല്ലുപൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതും ഇതേപോലെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. ഒരേ സ്ഥലത്ത് കൂടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കരിയില ആയതുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ടൊക്കെ ഇറങ്ങി ഇലകൾ കൊണ്ട് തന്നെ ഒരു തട പോലെയാക്കി അതവിടെ നിന്നോളൂ ആ വളം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചെയ്യുന്നത് എന്നാണെന്നറിയോ? ഇത് നമ്മളിവിടെ നിറച്ച് വെക്കുന്ന പോട്ടിംഗ് മിക്സ് ആണേ. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പം ഞാൻ ആ പോട്ടിംഗ് മിക്സിനെ ഒരു പകുതി, ഈ ഗ്രോ ബാഗിനകത്തെ മണ്ണിൻ്റെ ഒരു പകുതി നമ്മളിങ്ങോട്ട് മറിച്ചിടുക. എന്നിട്ട് ഇതിനെ ഇതിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് നിരത്തി കൊടുക്കും. കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇനി ഇതിനകത്ത് നടാനുള്ളതെന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഇഞ്ചിയാണേ. ഇത് കണ്ടോ? ഇതേപോലത്തെ ഇഞ്ചിയാണ്. ഇതൊന്നും തന്നെ ഞാൻ പ്രത്യേകമായിട്ടൊന്നും മുളപ്പിച്ചെടുത്തതല്ല. നമ്മളിവിടെ കറിക്കൊക്കെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയി കറിക്ക് ഉപയോഗിക്കാനായിട്ട് ഇട്ടിട്ട് അവിടെ കിടന്ന് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കിടന്ന് മുളച്ചു വരുന്ന ഇഞ്ചിയാണ്. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന ഇഞ്ചിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് ഒന്നും വെള്ളത്തിനകത്ത് മുക്കിയതിന് ശേഷം നനവും തണുപ്പുള്ള സ്ഥലത്തേക്ക് ഇട്ടാൽ അവിടെ കിടന്ന് മുളച്ച് കിട്ടും. അല്ലെ മണ്ണിൻ്റെ അടിയിലോട്ടൊന്ന് മൂടിയിട്ടാൽ മുളച്ച് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് മുളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഈ ഇഞ്ചി എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഇത്രയും വലിപ്പമുള്ള പെട്ടിയാണല്ലോ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഈ മുള കണ്ടോ, ഈ മുളയുള്ള ഭാഗം മുകളിലേക്ക് വരത്തക്ക രീതിയിൽ ഒരു കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഇങ്ങനെ വെക്കുവാണേ. ഇവിടുന്ന് കുറച്ചുകൂടെ മാറ്റിയിട്ടാണ് വെക്കുന്നത്. ഇവിടെ ഒരു പീസ് വെച്ചു. ഇനി ഇതുപോലെ തന്നെ ഇതൊരു ചെറിയ പീസാണ് കേട്ടോ, ഇവിടെ വെച്ചു. പിന്നെ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതൊരു വലിയ പീസാണേ, ഇത് വെച്ചു. ഇവിടോട്ട് മാറ്റിയിട്ട് ഇത് ഇത്രയും ആയിട്ട് ഒരുമിച്ച് നടണ്ട, ഞാൻ രണ്ടായിട്ട് മുറിച്ച് നടുവാണേ. ഒന്ന് ഇവിടെ വെച്ചു. ഇനി ആ വലിയ പീസിനെ നമുക്ക് ഇവിടെ വെക്കാം. കണ്ടോ? പിന്നെ വേണമെങ്കിൽ ഇതിനെ ഇവിടെ നിർത്താം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ടും വെക്കാം. ഇനി ഈ ചെറുതായിട്ട് ഈ മണ്ണ് ഒന്ന് മൂടി ഇട്ടിട്ട് ഒന്ന് മൂടി കൊടുക്കാം. പിന്നെ നമ്മളൊരു ശകലം മണ്ണല്ലേ ഇതിനകത്തോട്ട് ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ഇതിനകത്തൊന്ന് കുറച്ച് മണ്ണും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ആ വിത്തൊന്ന് ചെറുതായിട്ട്, ഇപ്പം ഒരു പെട്ടിക്കകത്തോട്ട് അര ഗ്രോ ബാഗ് അല്ലെങ്കിൽ 3/4 ഗ്രോ ബാഗ് മണ്ണിട്ട എന്തോരം മണ്ണ് വരും നമുക്കറിയാലോ. ആ ഒരു രീതിയിൽ കട്ടി കുറച്ച് മാത്രം മണ്ണിട്ട് ഇങ്ങനെ മൂടാവുള്ളൂ കേട്ടോ. ഇങ്ങനെ മൂടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? കുറച്ച് ഇതേപോലത്തെ കരിയില, ഉണങ്ങിയ ഇല എടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടിടും. അപ്പോൾ ഈ മോൾ വശത്ത് വരുന്ന ഭാഗത്ത് നനവുള്ള പുല്ല്, പച്ചപ്പുള്ള പുല്ല് ഒരു കാരണവശാലും ഇടരുത്. അതെല്ലാം പെട്ടെന്ന് കിളുത്ത് കയറും. കണ്ടോ? ഇനി ഈ കരിയില അങ്ങോട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കും. ഇപ്പം വേനൽക്കാലത്തൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ, ശരിക്കും നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യുമ്പം മഴയെ ആശ്രയിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി വേനൽക്കാലത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എപ്പോഴും വെള്ളം നനച്ചു കൊടുക്കണം. ഈ ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും നടുമ്പോൾ മാസവും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, എല്ലാ സമയത്തും നമുക്ക് ഇഞ്ചി കൃഷി ചെയ്യാം. ഇതേപോലെ പാകി വെച്ചതിന് ശേഷം നനച്ചു കൊടുക്കണം. ഇപ്പം മഴയുള്ള സമയം ആയതുകൊണ്ട് പ്രത്യേകിച്ച് നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവരിവിടെ നിന്ന് കിളുത്തു വന്നോളും. അങ്ങനെ കിളുത്തു വന്നതിന് ശേഷം നമുക്ക് വളപ്രയോഗം ചെയ്യണം. അപ്പം ഇവർ കിളുത്തു വന്നു കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവർക്ക് വളപ്രയോഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പം ഇവിടെ നോക്കിക്കേ, ഇത് കണ്ടോ? ഈ പാത്രത്തിനകത്ത് മുളച്ച ഇഞ്ചിയാണ് നിൽക്കുന്നത്. ഇപ്പം ഇഞ്ചികൾക്ക് നമ്മൾ വളം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 45 ദിവസം നമ്മൾ പാകി മുളപ്പിച്ചിട്ട് ഒരു 45 ദിവസം ആകുമ്പോൾ നമുക്ക് വളം ചെയ്തു കൊടുക്കാം. ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും ആണെങ്കിൽ 45 ദിവസത്തിനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. എന്തെങ്കിലും ദ്രാവക രൂപത്തിലുള്ള വളം ഉണ്ടാക്കിയിട്ട് ഓരോ 2 ആഴ്ച കൂടുമ്പോഴും
ഇഞ്ചിക്ക് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല വിളവ് കിട്ടും കേട്ടോ. ഇനി ഇങ്ങനെയല്ല, ഇതേപോലെ നിൽക്കുന്നതാണ്, ഇനി പറമ്പിലൊക്കെ നട്ടുപിടിപ്പിക്കുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് ചാണകപ്പൊടിയാണേ. ഈ ചാണകപ്പൊടിക്കകത്തോട്ട് ഞാൻ കുറച്ച് എല്ലുപൊടി ഇടുവാണേ. കുറച്ച് എല്ലുപൊടി ഇട്ടു. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഇടുന്നത് കുറച്ച് സ്യൂഡോമോണാസ് ആണേ. കാരണം ഇഞ്ചി വളർന്നു കഴിയുമ്പം എപ്പോഴും അവർക്ക് കൂമ്പ് ചീയൽ, ഇല മഞ്ഞളിപ്പ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് വരാതിരിക്കാനായിട്ട് സ്യൂഡോമോണാസും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നല്ലോണം ഇളക്കി ചേർക്കണം കേട്ടോ. ഇപ്പം ഞാൻ കയ്യെ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് ഇപ്പം സ്യൂഡോമോണാസ് ഒക്കെ ഉപയോഗിക്കുമ്പം വലിയ കുഴപ്പങ്ങളൊന്നും സ്യൂഡോമോണാസ് ഒന്നും ഉണ്ടാക്കുന്നവരല്ല. ഇതൊരു നെഗറ്റീവ് ബാക്ടീരിയയാണേ. അപ്പം നമ്മൾ ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണേ. കണ്ടോ? അപ്പം ചാണകപ്പൊടിയും ഈ വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കൊടുക്കുന്നത് ഇതുപോലുള്ള ഉണങ്ങിയ ഇലകളാണ്. കണ്ടോ? ഇതുപോലെ ഉണങ്ങിയ ഇലകൾ വാരി ഇട്ട് കൊടുക്കണം. അപ്പം ഇതിനകത്തേക്ക് നല്ലൊരളവിൽ നമ്മൾ ഉണങ്ങിയ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ മണ്ണ്, ഇത് പോട്ടിംഗ് മിക്സ് തന്നെയാണ്. ചെറിയ അളവിൽ നിരത്തി കൊടുക്കുകയേ ചെയ്യുള്ളൂ, കാരണം കിളുത്ത ചെടിയല്ലേ ഇത്. അപ്പം ചെറിയ അളവിൽ ഇതിൻ്റെ ചോട്ടിലോട്ട് ഇങ്ങനെ ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മതി. മണ്ണ് കുറവാണ്, കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് ഇടയ്ക്കിടയ്ക്ക് വെട്ടി മൂടുന്നത് നല്ല വിളവ് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. കുറച്ച് മണ്ണും കൂടെ ഞാൻ ഈ ഗ്രോ ബാഗിനകത്തുനിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വാരി നിറച്ച് വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട് നല്ല എളുപ്പം. ഇഞ്ചിയുടെ അളവ് കൂട്ടാനായിട്ട് വേറൊരു ടെക്നിക്കുണ്ടേ, ഞാൻ വേറൊരു പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം ഇഞ്ചി നട്ടടത്ത് തന്നെ പിന്നെയും നടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ ഇഞ്ചി ഇന്ന് പുതിയതായിട്ട് നട്ടുകൊടുത്തു. അവർ വളർന്നു കഴിയുമ്പം അവരുടെ വളപ്രയോഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇത് ഞാൻ നേരത്തെ നിന്നിരുന്നതിന് ഇട്ട് കൊടുത്തതാണ്. ഇഞ്ചി നടാൻ പറ്റിയ സമയമാണ് ഈ ജൂൺ മാസം, ജൂൺ ജൂലൈ മാസം എന്ന് പറയുന്ന നല്ല സമയമാണ്. അപ്പോൾ ഒരാൾ പോലും മടി പിടിച്ചിരിക്കരുത്. വലിയ വില കൊടുത്തിപ്പം ഞാൻ പറഞ്ഞല്ലോ, 1 കിലോ ഇഞ്ചിക്ക് 250 രൂപ 300 രൂപ വിലയുണ്ട്. അപ്പം ഈ സമയത്ത് വാങ്ങിച്ചു നടണം എന്നില്ല. നിങ്ങൾ നമ്മുടെ അടുക്കളയിൽ ആവശ്യത്തിന് വാങ്ങിച്ചിട്ട് മിച്ചം കിടന്നതൊക്കെ ഒരു ചെറിയ പീസ് ഉണ്ടേ മതി. ഇതുപോലെ നമ്മൾ വളം കൊടുത്തു കഴിയുമ്പോൾ ഇഷ്ടം പോലെയായിട്ട് വളർന്നു വരും. നമ്മൾ വെക്കുമ്പോഴേ 100 ഗ്രാമോ 200 ഗ്രാമോ ഒന്നും ഇല്ലേലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് എത്രയാണോ അത്രയുമെങ്കിലും നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. പിന്നെ നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിലേക്ക് നടുന്നതിന് ആവശ്യമായ ഏതെങ്കിലും പച്ചക്കറി വിത്തുകൾ ആവശ്യമാണെങ്കിൽ ഞാൻ വീഡിയോയിൽ തരുന്ന നമ്പറിൽ എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.